ഹേ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് ആക്ച്വലി റൂം ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഞങ്ങളിപ്പോൾ തന്നെ റൂമിനും പൊടി പിടിച്ച് തുടങ്ങി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായപ്പം ഞങ്ങൾ റൂം ക്ലീൻ ചെയ്യാൻ തീരുമാനിച്ചു. ആൻഡ് അപ്പം ഞാൻ കരുതി നമുക്കതൊരു ക്ലീനിങ് വ്ലോഗായിട്ട് എടുക്കാം. അപ്പം എല്ലാം വ്ലോഗാണല്ലോ. ഓർക്കുന്ന ചായ ഇങ്ങനെയാണ് ഇപ്പം നമ്മുടെ റൂമിൻ്റെ അവസ്ഥ. ഫാനിൽ പൊടി, ഭിത്തിയിൽ പൊടി, ഇവിടെ പൊടി, അവിടെ പൊടി, എല്ലായിടത്തും പൊടി. അതെ, ഈ ഫോട്ടോ പോലും പൊടി പിടിച്ചു. ഇത്ര നാൾ ഈ പൊടിയുടെ ഉള്ളിലാണ് ഞാൻ ജീവിച്ചതെന്ന് നിങ്ങൾ വിചാരിക്കും. അതെ, എനിക്ക് പരീക്ഷ ആയതുകൊണ്ടും നേരില്ലാഞ്ഞിരുന്നതുകൊണ്ടും എൻ്റെ എല്ലാം പൊടി പിടിച്ചു പോയി. ഇന്ന് നമുക്കിതെല്ലാം ക്ലീൻ ചെയ്യാം. ഈ ചെക്കൻ ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് കുറച്ച് സഹായമായി, അല്ലെങ്കിൽ ഞാൻ ഇതിൽ ഒറ്റപ്പെട്ടു പോയേന്. എനിക്കിവിടെ പണിയുണ്ട് കണ്ട. ഇതെല്ലാം ഞാൻ ഇനി ഓർഗനൈസ് ചെയ്തെടുക്കണം. ലെറ്റ്സ് സീ വാട്ട് ഐ എം ഡൂയിങ്. അത് ഇച്ചയുടെ ഗ്യാസിൻ്റെ മരുന്നായിരുന്നു. ഇച്ചയുടെ ഗ്യാസിൻ്റെ മരുന്നത്. ഇച്ചക്ക് ഏത് നേരം ഗ്യാസാണ്. അതെന്നെ മൈഗ്രൈനിൻ്റെ മരുന്ന്. ബാഷ്പ തുളസി ഇട്ട് കഴിഞ്ഞാൽ തലവേദന ഇച്ചിരിക്ക് കുറയും എന്നാണ് പറയുന്നത്. എൻ്റെ തലവേദന ഒന്നും പറയാറില്ല. ഇവിടെ പണിയെടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ മാതാവ് എന്ത് ചെയ്യാമെന്ന്. ലെറ്റ് മീ ഷോ. അലോണ ഉറങ്ങണേന്ന്. അലോണ ഈസ് നോട്ട് ഫീലിംഗ് വെൽ, സോ അലോണ ഈസ് ടേക്കിംഗ് റെസ്റ്റ്. അമ്മ ഇവിടെ ഭയങ്കര പണിയിലാണ്. അമ്മ ഇപ്പോൾ പണിയിൽ ഒറ്റപ്പെട്ടു പോയി. ബീഫും കപ്പയും വെക്കാനുള്ള പണിയിലാണ്. അമ്മ ഹായ് പറയമ്മ. അത് അപൂർവങ്ങളിൽ അപൂർവമായി നമുക്ക് കണ്ടാതൊടിച്ച് എന്തുവായിച്ചേ. അതെന്തിനാ അത് വലിച്ചു പൊക്കിയിട്ടുണ്ടാവും. അല്ല, ഇത് തുരുമ്പ് പിടിക്കാനായിട്ടാ. ഈ സാധനമാണല്ലോ പൊട്ടിയ മരത്തിന്റെ ആ സാധനം. അത് മരത്തിന്റെ സാധനം. പ്ലൈവുഡ്. പിന്നെന്താണ് അത്? കവുങ്ങ. ആ കാർഡ്ബോർഡ് കണ്ട. അതല്ലേ ഒടിച്ചപ്പം. ഞാൻ കാറ്ററിയാൻ, കാറ്റിന്റെ ശക്തത, വേഗത ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സാധനം തൂക്കിയിട്ടുണ്ടായിരുന്നു. കണ്ടോ ഈ സാധനം. ഇതിങ്ങനെ നമുക്ക് ആടുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി വെച്ച് എനിക്ക് കാറ്റിൻ്റെ വേഗതയും ഇതൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ മഴയൊക്കെ വരുമ്പോൾ നല്ല കാറ്റാണെന്നുണ്ടെങ്കിൽ, തുണി വിരിച്ചിട്ടുണ്ടെങ്കിൽ ദിസ് വിൽ ബി സൈനിങ് മീ. വെയിൽ കണ്ടപ്പം ഹെൽമെറ്റൊക്കെ നമ്മൾ വെയിലത്ത് വെച്ചു. ഞങ്ങൾക്ക് ബാൽക്കണി മാത്രമേ ഉള്ളൂ തുണി വിരിച്ചിടാനായിട്ട്. സോ നമ്മളിവിടെ ആ തുണി വിരിക്കുന്നത്. ലൗച്ചിന്നതിൻ്റെ ഇടയിലൂടെ ചവറിനിടയിൽ നിന്ന് ലവ് ലെറ്റർ കിട്ടി ഗൈസ്. ഇത് എല്ലാ പിന്നെ പൊടിയായിട്ട് ഇതാക്കി ഈ ടെഡി ബിയർ, ഒരു വലിയ ടെഡി ബിയർ. എന്താ വലിയ ടെഡി ബിയർ എനിക്ക് ചെയ്തതല്ല. ബാക്കി 2019-20 ആ സമയത്ത് ഇത് ഞാനത് അൺബോക്സ് ചെയ്യാതെ പെട്ടോണ്ടിരിക്കുക. പൊടി ഇഷ്ടമല്ല അങ്ങനെ സാധനങ്ങൾ കൊടുക്കുന്നത്. നമുക്ക് ബെഡ്ഷീറ്റ്സും ഇതെല്ലാം വിരിക്കണം.
ഭയങ്കരമായിട്ട് ടയേർഡായി ഗൈസ്. ചിരി തന്നെ എനിക്കത് പറയുമ്പോൾ. ഞാൻ തുടച്ചുകൊണ്ടിരുന്നതാ മര്യാദക്ക്. അപ്പൊ മാതാജി അത് പറിച്ചെടുത്തോണ്ട് പോയി. അതെ, എന്നെ കണി കണ്ടോണത്. അത് കല്യാണത്തിന് എല്ലാം ഞാനാണ് ഗൈസ്. എന്നെ കണ്ടാ പറയും ഇപ്പൊ ഞാനാണെന്ന്. ഇത് ഞാൻ വരച്ചതാട്ടോ. ഇത് ഞാൻ എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കിർക്ക് വരുമ്പോൾ ഞാൻ ചെയ്യണതാണ്. അതിൻ്റെ അപ്പുറത്ത് എൻ്റെ ഒരു വിഷൻ ബോർഡ് ഉണ്ട്. പിന്നെ ഇത് നിങ്ങളെല്ലാവരും മിക്കവാറും കണ്ടു കാണും. ഈ ഒരു ഏരിയ. ഐ എം നോട്ട് ലേസി, ഐ എം ജസ്റ്റ് ഓൺ എനർജി സേവിങ് മോഡ്. എൻ്റെ അല്ല, മറ്റുള്ളവരുടെ എനർജി സേവിങ്. പിന്നെ ഇവിടെ എൻ്റെ ഒരു ചെറിയ ബാഗ് ഉണ്ട്. ഇതെനിക്ക് കാവ്യച്ചേച്ചി മേടിച്ചു തന്നതാണ്. എനിക്കല്ല, അലോണയ്ക്ക് മേടിച്ചതാണ്. ഞാനതങ്ങ് തൂക്കി. പിന്നെ ഞാൻ എൻ്റെ മേശ, അതെ, എന്താ ഇതെൻ്റെ പെൻ സ്റ്റാൻഡ് ആക്കാൻ വേണ്ടിയാണ് ഞാൻ മേടിച്ചത്. പക്ഷെ ഇതിലിപ്പോൾ പെൻ സ്റ്റാൻഡ് മാത്രമല്ല, പെൻസ് മാത്രമല്ല, ബാക്കിയെല്ലാം ഉണ്ട്. അതെ, പല്ല് വെക്കുന്ന ബ്രഷ് വരെ ഉണ്ട്. ബാത്റൂമിൽ ആരും ബ്രഷ് വെക്കരുതെന്നാണ് പറയുന്നത്, ജേംസ് ഉണ്ടാവത്തെ. ഇത് ഞങ്ങൾ, ഇത് പഴയ ഞങ്ങൾ. ഇത് ഞങ്ങൾ പ്രേമിച്ച് നടന്ന കാലത്തുള്ളൊരു ഫോട്ടോ. ഇത് കല്യാണം കഴിഞ്ഞപ്പോൾ ഉള്ള ഫോട്ടോ. ഇത് ഞാൻ പെയിൻറ് പോയ ഒരു പാവയെ പെയിൻ്റ് അടിച്ചെടുത്തതാണ്. ഇത് കണ്ട, അതും ഇതും. ഇതൊക്കെ എൻ്റെ കലാവിരുതുകളാണ്. പിന്നെ ഈ ക്ലോക്ക്, ഇതിന് ബാറ്ററി ഇടണം, ചത്തുപോയി. ഇത് കാവ്യ ചേച്ചിയുടെ ബ്രദർ ശ്രീകുട്ടൻ്റെ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചതാണ്. ഇത് ഞങ്ങൾക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയതാണ്. അതെ, ആരും ചോദിക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ പറയാം. കാവ്യ ചേച്ചി എന്ന് പറയുന്നത് എൻ്റെ ചേട്ടൻ്റെ വൈഫാണ്. മൈ സിസ്റ്റർ ഇൻ ലോ. ചേച്ചി ഹോം ബേക്കറാണ് ഗൈസ്, ഹോം ബേക്കർ. നല്ല കേക്ക്സിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. കേക്ക്സ് കോർണർ, അരൂർ. ഇതിൽ ഞാൻ ഓരോന്നിട്ട് കത്തിച്ച് വെച്ചോണ്ടിരുന്ന ഒരു സാധനമാണ്. ഇതെന്താണ്? ആ ബെസ്റ്റ്. ഇനി ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് സന്ധ്യയാകുമ്പോൾ പൊകിക്കണം. ഇത് ഫസ്റ്റ് ആനിവേഴ്സറി കിട്ടാൻ എനിക്ക് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഗിഫ്റ്റ് ചെയ്തതാണ്. പക്ഷേ ആ ഗിഫ്റ്റ് ഇപ്പോൾ നമ്മൾ 3.5 വർഷത്തിന് ശേഷമാണ് അവരെ ഇവിടെ ഒട്ടിച്ചെത്തുന്നത്. കല്യാണം കഴിഞ്ഞ് ഫോട്ടോഷൂട്ടിന് പോയത് ഫോട്ടോ വെച്ചില്ല. എന്ത് ചെയ്യാം, എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. വെറുതെ ഇരിക്കാനാണെന്നുണ്ടെങ്കിലും ഞാൻ സൈഡിലുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു എനർജി ആണെന്നാണ് പറയുന്നത്. ആൻഡ് യു ഗൈസ് നോ, ഞാനിപ്പം വെയർ ചെയ്തിരിക്കുന്നത് കഫ്താനാണ് ഗൈസ്. കഫ്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വവ്വാലിൻ്റെ പോലെയുള്ള ഒരു വേഷം. അതെ, കഫ്താൻ. ഇത് വളരെ ഈസിയാണ്. ഇത് മടക്കി കുത്തി നമുക്ക് എവിടെ വേണമെങ്കിലും പോയിരിക്കാം. നൈറ്റിയോട് വിട പറഞ്ഞ് എല്ലാവരും കഫ്താൻ മേടിക്കണം. ഒരിക്കലും ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. എനിക്ക് ടാഗ് ചെയ്യാൻ ഒന്നുമില്ല എന്താണ്. സാധനം എവിടെയെങ്കിലും തൂക്കണം. ഇത് ഞങ്ങളുടെ ഫ്രണ്ടായിരുന്ന രഞ്ജിത്തേട്ടൻ. ചേട്ടൻ ഹിമാലയ അല്ലേ പോയത്? എവിടെയോ റൈഡ് പോയപ്പം ഞാൻ പറഞ്ഞിട്ട് ഈ മറ്റേ ബൈക്കിലൊക്കെ ബുള്ളറ്റ് ലവേഴ്സ് ഇടുന്ന സാധനമാണ്. കൊണ്ടുവന്ന് തന്നതാണ്. അതിപ്പം 2 വർഷമായിട്ടോ. എവിടെയും ഇതുവരെ കിട്ടിയിട്ടില്ല. ബുള്ളറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെ കിട്ടാൻ തോന്നിയില്ല. ഇനി ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കെട്ടി വെക്കണം. ഗോ ടു ബെഡായി ഗൈസ്. ഇവിടെ കിടന്ന് ഉറങ്ങാം നമുക്ക്. നമ്മുടെ കുഞ്ഞി മുറി, ബട്ട് ബ്യൂട്ടിഫുൾ മുറി.